ശുദ്ധമായ തൗഹീദിലേക്ക്, കൃത്യമായ ഇസ്ലാമികമായ ആദർശത്തിലേക്കായിരുന്നു മഹാനായ പ്രവാചകൻ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളെ ക്ഷണിച്ചത്. അതിന്റെ നിരവധി ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിക്കപ്പെട്ടത്. ആ പ്രവാചകൻ സമൂഹത്തോട് ഇത്രയെല്ലാം കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടും ധാരാളക്കണക്കിന് ആളുകൾ ആ പ്രവാചകന്റെ സത്യത്തിന്റെ സന്ദേശത്തെ നിരാകരിക്കുകയും അദ്ദേഹത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ വകവെക്കാതെ അവിശ്വാസത്തിൽ തന്നെ ശഠിച്ചു നിൽക്കുകയാണ് ഉണ്ടായത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അയക്കപ്പെട്ട ഇസ്രായേൽ സന്തതികൾ, ആ ഇസ്രായേൽ സന്തതികളിൽ അല്ലാഹുവിന്റെ യഥാർത്ഥമായ തൗഹീദിനെ അദ്ദേഹം പഠിപ്പിക്കുകയും ആ പഠിപ്പിച്ച കൃത്യമായ തൗഹീദിന്റെ നാനാവശങ്ങളെയും മഹാനായ ആ പ്രവാചകൻ ആ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായി അവതരിപ്പിച്ചു കൊടുത്തിട്ടും ആ സമൂഹം അത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതിരിക്കുകയും മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ആ ദൗത്യത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് അവിശ്വാസത്തിലും നിഷേധത്തിലും കഴിച്ചുകൂട്ടുകയും ചെയ്ത ദുരനുഭവമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും മറ്റു ധാരാളം പ്രവാചകന്മാരെ പോലെ തന്നെ ഉണ്ടായിത്തീർന്നത്. മാത്രമല്ല, മഹാനായ ഈ പ്രവാചകൻ സമൂഹത്തിന്റെ മുമ്പാകെ പഠിപ്പിച്ച ആദർശത്തെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, ആ മഹാനുഭാവന്റെ പേരിൽ കള്ളാരോപണങ്ങൾ തൊടുത്തുവിടുകയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിൽ വ്യാജമായ ആരോപണങ്ങൾ കൊണ്ട് സമൂഹത്തിന്റെ മുമ്പാകെ പ്രചരണം നടത്തുകയും അദ്ദേഹത്തെ കൊലപ്പെടുത്തുവാനുള്ള ഗൂഢതന്ത്രങ്ങൾ നടത്തുക പോലും അവർ ചെയ്തു എന്നതാണ് പരിശുദ്ധ ഖുർആനിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതെല്ലാം മഹാനായ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ബോധ്യമാവുകയാണ്. തന്റെ ജനത തന്നിൽ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നും താൻ പഠിപ്പിച്ച കൃത്യമായ ആദർശത്തെ കൈയൊഴിക്കുകയാണെന്നും ആ പാതയിലേക്ക് കടന്നു വരുന്ന ജനങ്ങളെ അതിൽ നിന്ന് തടയുകയാണെന്നും മഹാനായ പ്രവാചകന് കൃത്യമായി തന്നെ ബോധ്യമായപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സമൂഹത്തോട് കൃത്യമായി തന്നെ ഉത്ബോധനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഉത്ബോധനങ്ങൾ തുടർന്നു എന്ന് മാത്രമല്ല, തന്റെ സമൂഹത്തിൽ നിന്ന് സത്യനിഷേധം ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ ആ പ്രവാചകൻ തന്റെ ജനങ്ങളോട് ചോദിക്കുകയാണ്, ആരുണ്ട് എന്റെ കൂടെ ഉറച്ചു നിൽക്കുവാൻ? ആരുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന ആദർശത്തിൽ കൃത്യമായി അടിയുറച്ചു നിൽക്കുവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആര് തയ്യാറുണ്ട്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേൽ സന്തതികളോട് ചോദിച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാൻ 1-ാമത്തെ അധ്യായം ആലി ഇംറാൻ 52 മുതൽ 54 വരെയുള്ള ആയത്തുകളിലൂടെ വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു വരുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ പ്രവാചകന്മാരും നേരിടേണ്ടി വന്ന ദുരനുഭവം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും നേരിടേണ്ടി വന്നു എന്നർത്ഥം. ഗതകാല പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ വിശദീകരിച്ചിടത്തൊക്കെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം, ധാരാളക്കണക്കിന് പ്രവാചകന്മാർ ആ സമൂഹത്തിന്റെ ഓരോ പ്രവാചകന്മാരുടെയും ആ സമൂഹത്തിന്റെ അവരിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകളും പീഡനങ്ങളും പ്രയാസങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും വ്യാജമായ ആരോപണങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിന് വിധേയരാകാത്ത ഒരൊറ്റ പ്രവാചകന്മാരും കഴിഞ്ഞുപോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സന്ദർഭങ്ങളിലൂടെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് മുൻഗാമികളായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞുകൊണ്ട്. നബിയെ, താങ്കളെ ജനങ്ങൾ കളവാക്കിയിട്ടുണ്ടെങ്കിൽ, താങ്കളെ ജനങ്ങൾ പരിഹസിക്കുന്നുണ്ടെങ്കിൽ, താങ്കളെ ജനങ്ങൾ വ്യാജമായ ആരോപണങ്ങൾ കൊണ്ട് പൊതിയുന്നുണ്ടെങ്കിൽ താങ്കൾ ഒരിക്കലും നിരാശപ്പെടരുത്, വിഷമിക്കരുത്, ദുഃഖിക്കരുത്. മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള പ്രവാചകന്മാരും താങ്കൾക്ക് മുമ്പുള്ള നബിമാരും ധാരാളം കളവാക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്.
വലഖദ് ഇസ്തുഹ്സിഅ ബിറുസുലിൻ മിൻ ഖബ്ലിക, നിനക്ക് മുമ്പുള്ള ദൂതന്മാരും പരിഹാസത്തിന് വിധേയരാക്കപ്പെട്ടിട്ടുണ്ട് എന്നിങ്ങനെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തന്നെയും അല്ലാഹു തആല ആശ്വസിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഇത് ലോക ചരിത്രത്തിന്റെ ഏറ്റവും കൃത്യമായ അതിന്റെ അടയാളമാണ്. എല്ലാ നബിമാരും ഇങ്ങനെ തന്നെയാണ്. നബിമാരെ എന്നും എല്ലാ ജനങ്ങളും പൂമാലയിട്ട് സ്വീകരിച്ച് ആ നബിമാര് പറയുന്നതൊക്കെ അംഗീകരിച്ച് ആ നബിമാരുടെ ദൗത്യത്തിന്റെ പ്രബോധകരും പ്രചാരകരും സഹായികളുമായി കൊണ്ട് നിലകൊണ്ട ഒരു ചരിത്രം ഇല്ല. എല്ലാ നബിമാരും ഇങ്ങനെ തന്നെയാണ്. അതിൽ ചില നബിമാർക്ക് കുറച്ച് കൂടുതൽ അനുയായികളെ കിട്ടി എന്നതൊഴിച്ചാൽ ഏതാണ്ട് എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ രൂപത്തിലുള്ള പ്രയാസപ്പെടുത്തലുകൾക്ക്, പരിഹാസങ്ങൾക്ക്, ദുഷ്പ്രചരണങ്ങൾക്ക് വിധേയരായ ചരിത്രം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് അപവാദമായിരുന്നില്ല മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈസാ റസൂലുള്ളാഹ് എന്ന കൃത്യമായ ആദർശം തന്റെ സമൂഹത്തിന് ആവോളം പഠിപ്പിച്ചു കൊടുത്തിട്ടും ആ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഈസാ നബി അലൈഹിസ്സലാം പഠിപ്പിച്ച തൗഹീദ് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല, അദ്ദേഹത്തെ അനുസരിക്കാൻ കൂട്ടാക്കിയില്ല. ആ നബിയെ യഥാർത്ഥമായ നിലക്ക് പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറായില്ല. അത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിലും വേദന സൃഷ്ടിച്ചു. ആ ഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആലി ഇമ്രാനിലെ 52, 53, 54 വചനങ്ങളിലൂടെ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫലമ്മാ അഹസ്സ ഈസാ മിൻഹുൽ കുഫ്ര ഖാല മൻ അൻസാരി ഇലല്ലാഹ് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് ആമന്നാ ബില്ലാഹി വശ്ഹദ് ബിഅന്നാ മുസ്ലിമൂൻ റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅനാ റസൂൽ ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. ഈസാ അവരിൽ നിന്നും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ബോധ്യമായപ്പോൾ ഫലമ്മാ അഹസ്സ ഈസാ അലൈഹിസ്സലാമിന് ബോധ്യമായി മിൻഹും അവരിൽ നിന്ന്, അഥവാ താൻ നിയോഗിക്കപ്പെട്ട ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ഈസാ നബി അലൈഹിസ്സലാമിന് ബോധ്യമായി എന്ത്? അൽ കുഫ്ര, നിഷേധം. ഞാൻ പറയുന്നത് ഇവർ അംഗീകരിക്കുന്നില്ല, എന്നെ സഹായിക്കുന്നില്ല, എന്റെ ആദർശത്തിന്റെ പ്രബോധകരും പ്രചാരകരുമായി അവർ മാറുന്നില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നു ജനങ്ങളോട്, മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പ്രബോധനം നടത്തുവാനും അല്ലാഹുവിന്റെ ദീന് സമൂഹത്തിന് കറയില്ലാതെ എത്തിച്ചു കൊടുക്കുവാനും ഞാൻ നിർവഹിക്കുന്ന ഈ ദൗത്യത്തിൽ എന്നെ സഹായിക്കുവാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആര് തയ്യാറുണ്ട്? ആരുണ്ട് എന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ? ആരുണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തിന്റെ പ്രബോധകരും പ്രചാരകരുമായി എന്റെ കൂടെ അടിയുറച്ചു നിൽക്കാൻ, എന്നെ സഹായിക്കാൻ? അള്ളാന്റെ മാർഗത്തിലേക്കുള്ള എന്റെ ഈ പ്രയാണത്തിൽ എന്നോടൊപ്പം സഹായിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആര് തയ്യാറുണ്ട് എന്ന് ആ അവസാന ഘട്ടത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു. ആ ഘട്ടത്തിൽ ഖാലൽ ഹവാരിയൂന, ഹവാരികൾ പറഞ്ഞു. ഹവാരികൾ എന്ന് പറഞ്ഞാൽ സഹായികൾ എന്നാണ് അതിന് നൽകാവുന്ന അർത്ഥം. ഹവാരികൾ അള്ളാന്റെ ദീനിന്റെ പ്രബോധനത്തിനും പ്രചരണത്തിനും സഹായമർപ്പിച്ച ആളുകളാണ് ഹവാരികൾ. അതാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശിഷ്യന്മാരായി അറിയപ്പെട്ട പിൽക്കാലത്തും അപ്പോസ്തലന്മാർ എന്ന പേരിൽ അറിയപ്പെട്ട ഈ അൻസാറുകൾ, ഈ സഹായികൾ. അങ്ങനത്തെ കുറച്ചാളുകളെ ഉണ്ടായിരുന്നുള്ളൂ, അവർ 12 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ 12 പേരടങ്ങുന്ന ഹവാരികളുടെ സംഘം അവര് പറഞ്ഞു, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ്. അഥവാ താങ്കൾ പ്രബോധനം നടത്തുന്ന തൗഹീദിന്റെ, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമികമായ ആദർശത്തിന്റെ പ്രബോധകരും പ്രചാരകരുമായി അങ്ങയുടെ കൂടെ അടിയുറച്ച്
വന്ന് അല്ലാഹുവിന്റെ ദീനിന്റെ ഈ ദൗത്യം ഇവിടെ നിർവഹിക്കാൻ, അതിവിടെ പ്രചരിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഞങ്ങളാലാകുന്നത് ഞങ്ങൾ ചെയ്യാൻ റെഡിയാണ്. ആ നിലക്ക് ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ്. നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ ഹവാരികൾ പറഞ്ഞു. മാത്രമല്ല അവരവിടെ വെച്ച് അവരുടെ ഈമാൻ പ്രഖ്യാപിക്കുകയാണ്. ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹു ഉണ്ടെന്നും അവന്റെ റുബൂബിയത്തിലും അവന്റെ ഉലൂഹിയത്തിലും അവന്റെ അസ്മാഉ സിഫാത്തുകൾ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. വസ്ഹദ്, താങ്കളും സാക്ഷ്യം വഹിക്കുക. ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഞങ്ങളിതാ താങ്കൾ ആവശ്യപ്പെട്ട പ്രകാരം താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ആദർശത്തിന്റെ വക്താക്കളാക്കാൻ റെഡിയാണ് എന്ന് അവരവിടെ വെച്ച് സാക്ഷി നിൽക്കുകയാണ്. മാത്രമല്ല അവരവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. റബ്ബനാ ആമന്നാ ബിമാ അൻസൽത വത്തബഅന റസൂല ഫക്തുബ്നാ മഅശ്ശാഹിദീൻ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ അൻസൽത, നീ അവതരിപ്പിച്ചു തന്നതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവരവിടെ വെച്ച് ആ ഹവാരികൾ അവിടെ വെച്ച് അവരുടെ ഈമാൻ പ്രഖ്യാപിക്കാൻ, ഞങ്ങളുടെ രക്ഷിതാവേ, നീ അവതരിപ്പിച്ചതിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വത്തബഅന റസൂൽ, ഈ റസൂലിനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. ഫക്തുബ്നാ മഅശ്ശാഹിദീൻ, ആകയാൽ ഞങ്ങളെ നീ നിന്റെ ദീനിന് സാക്ഷികളായി നിൽക്കുന്നവരുടെ കൂടെ നീ ഞങ്ങളെയും രേഖപ്പെടുത്തണമേ എന്ന് ഈ ഹവാരികൾ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ആവശ്യത്തെ കണ്ടറിഞ്ഞുകൊണ്ട് ഈ 12ഓളം വരുന്ന ഹവാരികളായ ആളുകൾ, പിൽക്കാലത്ത് അപ്പോസ്തലന്മാരെന്ന ചരിത്രം രേഖപ്പെടുത്തിയ ശിഷ്യന്മാർ, അവരാ കാര്യം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ കൃത്യമായ നിലക്കുള്ള ആഹ്വാനത്തിന് അവരെല്ലാവരും ചെവി കൊടുത്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. മാത്രമല്ല നമ്മളിവിടെ മനസ്സിലാക്കണം ആരാണ് ഹവാരികൾ. ഹവാരി എന്ന പ്രയോഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് നടത്തിയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഹായിച്ച ശിഷ്യന്മാരാണ് എന്തറിയപ്പെട്ടത് ഹവാരികൾ. എന്നാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചില സ്വഹാബിമാരെ കുറിച്ച്, ഉദാഹരണമായി സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രയോഗിച്ചത് ഹവാരി ഉമ്മത്തി എന്നാണ്. എന്റെ ഉമ്മത്തിലെ ഹവാരിയാണ് അദ്ദേഹം എന്ന്. എന്താണ് കാരണം? ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖന്തഖ് യുദ്ധത്തിന്റെ വേളയിൽ ഒരിക്കൽ ചോദിക്കുകയാണ് സഹാബിമാരോട്, മൻ യഅതീനാ ബിഖബറിൽ ഖൗം, അപ്പുറത്തുള്ള ശത്രുക്കളുടെ ന്യൂസ് കൊണ്ടുവരാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് തയ്യാറുള്ളവർ? അപ്പുറത്തുള്ള ശത്രു വിഭാഗത്തിന്റെ രഹസ്യങ്ങൾ അന്വേഷിച്ച് മടങ്ങി വരാൻ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ സുബൈർ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാണ്, ഞാൻ തയ്യാറാണെന്ന് ആര് പറയുകയാണ്? മഹാനായ സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ റെഡിയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം എന്താണ്? കുറച്ച് പ്രയാസമുള്ളതാണ്. അങ്ങകലെയുള്ള ശത്രുക്കളുടെ ഭാഗത്ത് പോയിട്ട് അവരുടെ വിവരങ്ങൾ അറിഞ്ഞു വരണം. ശത്രുക്കളുടെ ടെന്റിന്റെ അകത്ത് രഹസ്യമായി കടന്നവരുടെ വിവരങ്ങൾ അന്വേഷിച്ച് വരണം. ഇതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഹ്വാനം. ആ സമയത്ത് ആദ്യം തന്നെ ചാടി എണീറ്റുകൊണ്ട് അതിന് മറുപടി കൊടുക്കുകയാണ് ആര്? മഹാനായ സുബൈർ റളിയല്ലാഹു തആല അൻഹു, ഞാൻ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ചോദിച്ചു, മൻ യഅതീനാ ബിഖബറിൽ ഖൗം, ആരുണ്ട് ആ ജനതയുടെ വർത്തമാനവും കൊണ്ടുവരാൻ? സുബൈർ റളിയല്ലാഹു തആല അൻഹു വീണ്ടും പറഞ്ഞു, ഞാനുണ്ട്. മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മൻ യഅതീനാ ബിഖബറിൽ ഖൗം, ആ ജനതയുടെ ന്യൂസും കൊണ്ട് വാർത്തയും കൊണ്ടുവരാൻ ആരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തയ്യാറ്? സുബൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാനുണ്ട്. 3 തവണ ചോദിച്ചപ്പോഴും ഉടനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉച്ചൈസ്തരത്തിൽ ഞാൻ അതിന് തയ്യാറുണ്ടെന്ന് പ്രഖ്യാപിച്ചയാള് മഹാനായ സുബൈർ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ സന്ദർഭത്തിലാണ് പറയുന്നത്, ഇന്ന ലികുല്ലി നബിയ്യിൻ ഹവാരിയ വ ഇന്ന ഹവാരിയ സുബൈർ.
ഇത് ഇമാം മുസ്ലിമും അതുപോലെ തന്നെ ബുഖാരിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. എല്ലാ നബിമാർക്കും ഏറ്റവും വളരെയേറെ അവിടുത്തെ സ്നേഹിച്ച ചില ഹവാരികളുണ്ട്. ആ സമയത്ത് അവിടുന്ന് പറയാണ്, ഇപ്പോൾ എന്റെ ഹവാരി സുബൈറാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ആഹ്വാനം കേട്ടുകൊണ്ട് ആദ്യം തന്നെ മറുപടി പറഞ്ഞ വ്യക്തി എന്ന നിലക്ക്, അള്ളാഹുവിന്റെ ദീനിന്റെ സഹായി എന്ന നിലക്ക് മഹാനായ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ ഹവാരി എന്ന് പ്രയോഗിച്ചത്. അപ്പൊ ഹവാരികൾ എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാർക്കും ഉണ്ട്. അത് അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ച ആളുകളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതിനേക്കാളും ഉപരിയായ നാമമാണ് അള്ളാഹു കൊടുത്തത്. ഖലീലാണ്. ഞാനൊരാളെ ഖലീലായി സ്വീകരിക്കുകയാണെങ്കിൽ ലത്തഖദതു അബൂബക്കർ ഖലീല, ഞാൻ എന്റെ ആത്മമിത്രമായി തെരഞ്ഞെടുക്കുക അബൂബക്കറിനെ ആയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹാബിമാരിൽ ഓരോരുത്തർക്കും പല രൂപത്തിലുള്ള പ്രത്യേകമായ സ്ഥാനനാമങ്ങളും മഹാത്മ്യങ്ങളും അവരുടെ ഏറ്റവും വലിയ ദറജകളുമൊക്കെ വ്യത്യസ്ത ഘട്ടങ്ങളിലെ സന്ദർഭങ്ങളെ പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോകാറുണ്ട്. ഇവിടെ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ഹവാരി എന്ന് വിശേഷിപ്പിച്ചത് ചോദ്യം കേട്ടപാടെ എഴുന്നേറ്റ് നിന്ന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചോദ്യം കേട്ടു ജനങ്ങൾ, മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ എന്നെ സഹായിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആര് തയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോ ഉടനെ പറഞ്ഞു, ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണെന്ന് പറഞ്ഞു. അവർ ഹവാരികൾ എന്നറിയപ്പെട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനോട് ആ ചരിത്രത്തെ, അഥവാ നമ്മൾ ഈ കേട്ട ഈ ചരിത്രത്തെ സാന്ദർഭികമായി എടുത്തുണർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ വചനം ഓതി കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തു സഫിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം അല്ലാഹുവിന്റെ ആഹ്വാനം. എന്താ റബ്ബ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ് كما قال عيسى ابن مريم للحواريين من أنصاري إلى الله قال الحواريون نحن أنصار الله فآمنت طائفة من بني إسرائيل وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين يا أيها الذين آمنوا അല്ലാഹു തആല പറയാണ്, വിശ്വാസികളെ, നമ്മളെ വിളിക്കുകയാണ്, വിശ്വാസികളെ, കൂനൂ, നിങ്ങളായി തീരുവീൻ, അൻസാറല്ലാഹ്, നിങ്ങളൊക്കെ അള്ളാന്റെ സഹായികളാവണം. ഇത് അള്ളാന്റെ കൽപ്പനയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞ കൽപ്പനയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന വിളി കേട്ടാൽ പണ്ഡിതന്മാര് പറയണ ഉടനെ കണ്ണും കാതും ഖൽബും വിശ്വാസികൾ അങ്ങോട്ട് കൊടുക്കണം. എന്തോ നമ്മെ സ്നേഹിക്കുന്ന റഹ്മാനായ റബ്ബ് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ട ഒരു കാര്യമാ പറയാൻ പോകുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, പരിശുദ്ധ ഖുർആന്റെ അനുയായികളെ വിളിക്കുകയാണ്, വിശ്വാസികളെ, കൂനൂ, നിങ്ങളായി തീരണം, അൻസാറല്ലാഹ്, അല്ലാഹുവിന്റെ സഹായികളാവണം. എന്താ അള്ളാഹിന്റെ സഹായികളാവുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ ദീന് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ, അള്ളാഹുവിന്റെ ദീന് ഈ സമൂഹത്തിൽ കറയില്ലാത്ത നിലക്ക് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ, റബ്ബിന്റെ ദീനിന്റെ ആ കൃത്യമായ ആദർശങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹത്തിന് മറുപടി കൊടുക്കാൻ, ഇസ്ലാമികമായ ആദർശത്തിന്റെ നേരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന അകത്തും പുറത്തുമുള്ള ശത്രുക്കളെ പ്രതിരോധിക്കാൻ, പ്രമാണങ്ങൾ കൊണ്ട് അവരെ വേട്ടയാടാൻ തയ്യാറുള്ള ആൺകുട്ടികൾ, ആളുകൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. അള്ളാന്റെ സഹായികളാവുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അള്ളാന്റെ ദീനിന്റെ സഹായികളാവുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാനെ സഹായിച്ചാൽ അല്ലാഹു നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിതു അഖ്ദാമകും, നിങ്ങളുടെ കാൽപാദങ്ങൾ അവൻ ഉറപ്പിച്ചു നിർത്തും. അള്ളാഹു നമ്മുടെ പാദം ഉറപ്പിച്ചു നിർത്തും. കാലുറക്കണമെങ്കിൽ കൽബുറക്കണം. കൽബുറക്കാത്തത് കൊണ്ടാ കാല് വിറക്കുക. അതതിന്റെ ഒരു തത്വമാണല്ലോ. വെറുതെ ഒരാളുടെ കാല് വിറക്കൂല. അയാൾ കാല് വിറക്കുന്നതിന്റെ മുമ്പേ അയാൾ എവിടെ പേടിച്ചു? അയാൾ ഹൃദയം നടുങ്ങിപ്പോയിട്ടുണ്ട്. പേടിക്കുമ്പോഴാ കാല് വിറക്കുന്നത്. നിങ്ങളുടെ കാല് വിറക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ കൽബ് പതറൂല. നിങ്ങൾക്ക് നല്ല ദൃഢമായ ചിത്തമുണ്ടാകും, മനസ്സുണ്ടാകും, എന്തും നേരിടാനുള്ള കരുത്തുണ്ടാകും.
സർവലോക പരിപാലകനായ റബ്ബിന്റെ ആദർശത്തെ ഉച്ചൈസ്തരം പറയാൻ, ആ ആദർശത്തെ വികലമാക്കുന്ന സർവ്വ പിഴച്ച കക്ഷികളുടെയും വാദങ്ങളെ റബ്ബ് അവതരിപ്പിച്ചു തന്നിട്ടുള്ള, അവന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ള കൃത്യമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അവനെ നാവടക്കുവാൻ, അവനെ മൂലക്കിരുത്തുവാൻ, അങ്ങനെ ദീനിന്റെ കൃത്യമായ വചനങ്ങളെ അള്ളാഹുവിന്റെ കലിമത്ത് ലോകത്ത് ഉയർന്നു നിൽക്കാൻ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ, അള്ളാഹുവിന്റെ കലിമത്ത് ലോകത്ത് ഉയർത്തിപ്പിടിക്കാൻ, അതാണ് അള്ളാന്റെ സഹായികളായി മാറുക എന്ന് പറഞ്ഞാൽ. ഇത് അള്ളാഹ് മുഅ്മിനീങ്ങളോടാ വിളിക്കുന്നത്. ഒന്നുകിൽ നമ്മളൊക്കെ പറയണം ഞങ്ങൾക്കത് ബാധകല്ല. വളരെ ഗൗരവത്തോടെ ചിന്തിക്കണേ. അല്ലാഹു തആല പറയണ യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, വിശ്വാസികളെ എന്ന് വിളിച്ചപ്പോ നമ്മൾ പറയാം ഞാൻ അതിൽ പെടും, ഞാൻ കാഫിറല്ല, ഞാൻ മുനാഫിക്കല്ല, ഞാൻ തമ്മാടിയല്ല, ഞാൻ മുഅ്മിനാണ്. എന്റെ ആഗ്രഹം അതാണ്, എന്റെ പ്രാർത്ഥന അതാണ്, എന്റെ അന്ത്യം അങ്ങനെ ആവണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ അല്ലാഹു തആല വിളിച്ചിട്ട് പറയുന്ന കാര്യം മാത്രം എനിക്ക് ബാധകല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ രണ്ടും സമ്മതിക്കണം. എന്ത്? ആ വിളിയിൽ ഞാൻ പെടൂല, എന്നാ പിന്നെ യാ അയ്യുഹല്ലദീന കഫറു നമ്മൾ സമ്മതിക്കൂല. എന്നാ പിന്നെ യാ അയ്യുഹൽ മുനാഫിഖൂൻ, മുനാഫിഖീങ്ങളെ സമ്മതിക്കോ? സമ്മതിക്കൂല. യഹൂദികളെ, നസ്രാനികളെ സമ്മതിക്കോ? സമ്മതിക്കൂല. എന്നാ പിന്നെ റബ്ബ് വിളിച്ചതെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ. രണ്ടും കൂടെ നടക്കൂല, രണ്ടും കൂടെ നടക്കൂല. നമ്മൾ ആലോചിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ്. ഒന്നുകിൽ നമ്മൾ പറയണം ആ വിളി എനിക്ക് ബാധകല്ല, ഞാൻ അതിൽ പെടൂല, ഞാൻ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടോനല്ല. ഒരിക്കലും നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലോ, പാടില്ലല്ലോ. നമ്മുടെ ആഗ്രഹവും നമ്മുടെ എല്ലാ പ്രാർത്ഥനയും അതാണ്. എങ്കിൽ ഞാൻ അതിൽ പെടുന്നു, എങ്കിൽ എന്നോടാണ് എന്റെ റബ്ബിന്റെ സംസാരം. എന്താ റബ്ബ് പറയുന്നത്? കൂനൂ അൻസാറല്ലാഹ്, നിങ്ങളെല്ലാം അള്ളാഹുവിന്റെ സഹായികളായി തീരുവീൻ. അള്ളാഹിന്റെ സഹായികളാവണമെങ്കിൽ നമുക്ക് അള്ളാഹ്ക്ക് നമ്മളെ വല്ല സഹായവും വേണോ? അള്ളാഹു എല്ലാ സഹായത്തിൽ നിന്നും മുക്തനല്ലേ? അള്ളാഹു സമദല്ലേ? ആരുടെയെങ്കിലും ഒരു ഹെൽപ്പിന് അള്ളാഹുവിന് ആവശ്യമുണ്ടോ? അള്ളാഹു സമദല്ലേ, നിരാശ്രയനല്ലേ? ആരെയെങ്കിലും ആശ്രയിക്കണോ? ആരുടെയെങ്കിലും ഹെൽപ്പ് അവന് വേണോ? അവന് വല്ല പങ്കുണ്ടോ? അവന് വല്ല സഹായിയുടെയും ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെന്താ ഈ പറയുന്നത്? അള്ളാന്റെ ദീൻ ഈ ലോകത്ത് നിലനിർത്താൻ അള്ളാഹു ഇവിടെ ഏർപ്പെടുത്തിയ ഒരു സംവിധാനമുണ്ട്. അതെന്താ? അള്ളാഹ് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കലല്ല, അതല്ല ലോകത്തിന്റെ പതിവ്. അള്ളാഹു മനുഷ്യരിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ഒരു നേതാവിനെ അതാത് കാലഘട്ടത്തിൽ തെരഞ്ഞെടുക്കും. അത് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച് ഒന്നാമത്തെ നബിയായി ആദം നബിയെ തന്നെ തെരഞ്ഞെടുത്തു. പിന്നീട് ഈ സമൂഹം പഴച്ചുപോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നബിമാര് വന്നു. അങ്ങനെ നോഹ് നബി വന്നു, ആ ജനത പഴച്ചു. പിന്നെയും പ്രവാചകന്മാര് വന്നു. ഹൂദ് നബി വന്നു, സാലിഹ് നബി വന്നു, ഇബ്രാഹിം നബി വന്നു, ഇസ്മായിൽ അലൈഹിസ്സലാം വന്നു, മൂസാ അലൈഹിസ്സലാം വന്നു, ഈസാ അലൈഹിസ്സലാം വന്നു. അങ്ങനെ ധാരാളക്കണക്കിന് നബിമാര് അള്ളാന്റെ ദീനിന്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് റബ്ബിന്റെ കലിമത്ത് ഈ ലോകത്ത് നിലനിർത്തിക്കൊണ്ട് റബ്ബിനെ സഹായിക്കാൻ വേണ്ടി വന്നു. അതിന്റെ അന്ത്യം കുറിച്ചുകൊണ്ട് മഹാരഥനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമും വന്നു പോയി. ഇനി ഒരു നബി വരാനില്ല, ഇനി ഒരു നബി വരാനില്ല. ഇനി അവിടുന്ന് പറഞ്ഞതെന്താണ്? ഇനി എന്റെ ശേഷം ഒരു നബി വരാനില്ല. ലാ നബിയ ബഅദി, എന്റെ ശേഷം ഒരു പ്രവാചകനില്ല. ഇനി വരുന്നതൊക്കെ ആരാണ്? എന്റെ ദീനിനെ ഈ സമൂഹത്തിൽ കൃത്യമായി തന്നെ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകളാണ് എല്ലാവരും. ഈ ദൗത്യം നിർവഹിക്കാൻ വിശ്വാസികളെ നിങ്ങൾ തയ്യാറാവുക എന്നാണ് അല്ലാഹു തആലയുടെ കൽപ്പന. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് അൻസാറുല്ലാഹ് സംഘത്തിൽപ്പെടാൻ എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് അള്ളാന്റെ സഹായിയായി മാറണം, അള്ളാന്റെ ദീനിന്റെ സഹായിയായിട്ട് എനിക്ക് മാറണം. അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർക്കും കഴിവുകൾ പലതായിരിക്കും. ആ കഴിവുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികളായി മാറാനാണ് പ്രിയമുള്ളവരെ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ അൻസാറല്ലാഹ്. ആ വിളിയാണ് കേൾക്കുമ്പോ അതിന് തയ്യാറല്ലെങ്കിൽ പടച്ചറബ് പറഞ്ഞ ചില വചനങ്ങൾ നമ്മുടെ മനസ്സൊന്നും മറന്നുപോകരുത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിൽ ഇതിന് തയ്യാറില്ലാത്ത ഒരു ജനതയെ കുറിച്ച് ഗൗരവത്തോടെ പറഞ്ഞത് മറന്നുപോകരുത്. നമ്മളൊക്കെ പാരായണം ചെയ്യുന്നില്ലേ സൂറത്തു തൗബ? ഈ ആയത്തുകൾ എത്തുമ്പോ നിങ്ങളുടെ മനസ്സൊന്ന് അവിടെ ഉടക്കി നിൽക്കണം. ഞാൻ ആയത്ത് കേൾപ്പിക്കാൻ നിങ്ങളോട്.
യാ അയ്യുഹല്ലദീന ആമനൂ, കണ്ടോ മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ മാ ലക്കും ഇദാ ഖീല ലകും ഇൻഫിറൂ ഫീ സബീലില്ലാഹി ഇസ്താഖൽതും ഇലൽ അർദ് അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറഹ فما متاع الحياة الدنيا في الآخرة إلا قليل إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ثم لا تضرونه شيئا. വളരെ കൃത്യമായിട്ട് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. എന്താ അതിന്റെ വചനം അറിയോ? ഞാൻ നിങ്ങളോട് എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തേണ്. സൂറത്തു തൗബയിലെ 30-32 ആയത്തുകളാണെന്നാണ് എന്റെ ഓർമ്മ. നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ട്രാൻസ്ലേഷനുകൾ പരിഭാഷകളും വെച്ചിട്ട് അതൊന്ന് വായിക്കണം. അത് ഇറങ്ങിയ സന്ദർഭം, അള്ളാഹുവിന്റെ റസൂല് യുദ്ധത്തിന് പുറപ്പെടാൻ വേണ്ടി സഹാബികളോട് ആഹ്വാനം നൽകിയപ്പോ കുറെ ആളുകൾ ചില ഒഴികഴിവുകളും കാരണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാതെ മാറി നിന്നു. ആ സമയത്ത് അല്ലാഹു തആല ചോദിക്കേണ്, കാഫിറുകളെ വിളിച്ചിട്ടല്ലട്ടോ, മുഅ്മിനീങ്ങളോടാ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റിപ്പോയി, ഇദാ ഖീല ലക്കും നിങ്ങളോട് പറയപ്പെട്ടാൽ, ഇൻഫിറൂ ഫീ സബീലില്ലാഹ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്കൊന്ന് ഇറങ്ങി പുറപ്പെടൂ. അല്ലാഹുവിന്റെ മാർഗത്തിലേക്കൊന്ന് ഇറങ്ങൂ ജനങ്ങളെ. റബ്ബിന്റെ ദീനിന്റെ പ്രബോധനത്തിനും പ്രചരണത്തിനും അതിവിടെ നിലനിർത്തുവാൻ ആവശ്യമായ കാര്യങ്ങളുടെ സഹായത്തിന് വേണ്ടി നിങ്ങളൊന്ന് ഇറങ്ങി പുറപ്പെടുവീൻ. നിങ്ങളുടെ ശരീരം കൊണ്ടിറങ്ങൂ, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടിറങ്ങൂ, നിങ്ങളുടെ സമയം അതിനു വേണ്ടി വിനിയോഗിക്കൂ എന്ന് നിങ്ങളോട് പറയപ്പെടുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി മുഅ്മിനീങ്ങളെ? ഇസ്താഖൽതും ഇലൽ അർളി, നിങ്ങൾ എന്തേ ഭൂമിയിലേക്ക് കനം തൂങ്ങുന്നത്? അള്ളാന്റെ പ്രയോഗം നോക്കൂ, ഇസ്താഖൽതും ഇലൽ അർളി, ഭൂമിയിലേക്ക് കനം തൂങ്ങുന്നു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്താ ഇസ്താഖൽതും ഇലൽ അർളി എന്ന് പറഞ്ഞാൽ? ഭൂമിയിലേക്ക് കനം തൂങ്ങുക. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്, എന്തടാ അനങ്ങാനൊരു മടി, നിന്റെ ബോഡിയിൽ വല്ല അമ്മിക്കുട്ടി വെച്ച് കെട്ടിയിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അല്ല, കനം വെച്ചിട്ടുണ്ടോ? അവിടെ അനങ്ങണില്ലല്ലോ, പറഞ്ഞാണ് കേൾക്കണില്ലല്ലോ. ഇരിക്കുന്നിടത്തൊന്ന് അനങ്ങുന്നുണ്ടല്ലോ, എന്താ വല്ല പാറക്കല്ല് വെച്ച് കെട്ടിയിട്ടാണ് നീ ഇരിക്കുന്നത് എന്ന് ചോദിക്കാറില്ലേ? റബ്ബിന്റെ ചോദ്യം ഇസ്താഖൽതും ഇലൽ അർളി, നിങ്ങളെന്താ ഭൂമിയിലേക്ക് ഇങ്ങനെ ഭാരം തൂങ്ങി ഇരിപ്പാ? ഒന്ന് ഇറങ്ങ്, ഒന്ന് പ്രവർത്തിക്കുന്നു, ഒന്ന് പുറത്തേക്ക് ഇറങ്ങ്, ഒന്ന് ദീനിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങെന്ന് പറയുമ്പോ എന്താ ഇരിക്കുന്നത്? അപ്പൊ ഇരിക്കാനൊരു കാരണം ഉണ്ടാകും. എന്താ കാരണം? നമ്മളൊക്കെ ആലോചിച്ച് നോക്കാം. അള്ളാന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, ആ രംഗത്ത് സഹകാരികളാവാൻ, സഹായികളാവാൻ നമുക്കൊക്കെയുള്ള തടസ്സം എന്താണെന്നൊരു പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8 കാരണങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്താൻ നോക്കിയാൽ എല്ലാം ദുന്യാവായിരിക്കും, യാതൊരു സംശയവുമില്ല. കാരണങ്ങളൊക്കെ എന്തായിരിക്കും? ദുന്യാവായിരിക്കും. എനിക്ക് ജോലി തിരക്കാണ്, 1. 2, എനിക്ക് തീരെ ടൈമില്ല. 3, എനിക്കതിനെപ്പറ്റി പറയാനുള്ള അറിവില്ല. 4, എനിക്കതിനൊന്നാമത്തത് അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും അത്ര താല്പര്യമില്ല. ഇങ്ങനെ കുറെ അങ്ങോട്ട് എഴുതിയ ഒക്കെ ദുന്യാവായിരിക്കും കാരണം. അല്ലെങ്കിൽ ഇതിന് ഇറങ്ങാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് ആൾക്കാരെ പേടിയാണ്. അല്ലെങ്കിൽ പറയും എന്റെ കുടുംബങ്ങളൊക്കെ എന്നെ വെറുക്കും, അല്ലെങ്കിൽ നാട്ടുകാരും മറ്റുള്ള ആളുകളുടെയൊക്കെ മുമ്പിൽ ഞാൻ ഒറ്റപ്പെടും, അല്ലെങ്കിൽ ഞാൻ മഹലിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടും, അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള യാതൊരു സമ്പ്രദായങ്ങൾക്കും സഹായികളായി സഹകാരികളായി എന്റെ നാട്ടുകാരെയോ ആളുകളെയോ കിട്ടൂല. നമ്പർ ഇട്ട് എഴുതുന്നത് മുഴുവനും എന്തായിരിക്കും? ദുന്യാവിന്റെ കാര്യമായിരിക്കും. അപ്പൊ അള്ളാന്റെ ചോദ്യം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അള്ളാഹ് പറയും, നിങ്ങൾ എന്താ ഈ ഭൂമിയിലേക്ക് കനം തൂങ്ങി ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ? അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, ആഖിറത്തിൽ കിട്ടാൻ പോകുന്ന സുഖ സൗകര്യമാകുന്ന സ്വർഗത്തെക്കാളും നിങ്ങളേറെ സംതൃപ്തിയോടെ മനസ്സമാധാനത്തോടെ ദുന്യാവിന്റെ കാര്യമാണോ നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് കാത്തിരിക്കുന്നത്? അറദീതും ബിൽ ഹയാത്തിദ് ദുനിയാ മിനൽ ആഖിറ, ആഖിറത്തിന്റെ കാര്യത്തെക്കാൾ ദുന്യാവിന്റെ കാര്യമാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യമാണ്, തീർന്നില്ല. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഫമാ മതാഉൽ ഹയാത്തിദ് ദുനിയാ
ഫിൽ ആഖിറതി ഇല്ലാ ഖലീൽ. എന്നാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ നേരത്തെ നിങ്ങൾക്ക് തടസ്സമായി തോന്നുന്ന ദുന്യാവിന്റെ സുഖങ്ങൾ ഉണ്ടല്ലോ, ഈ ദുന്യാവിൽ നിങ്ങൾക്ക് എന്ത് സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടിയാലും അതിനൊന്നും നിലനിൽപ്പില്ല. ഫമാ മതാഉൽ ഹയാത്തിദ് ദുന്യാ, ഈ ദുന്യാവിന്റെ വിഭവങ്ങളും ഇവിടുത്തെ സുഖങ്ങളുമൊക്കെ ഫിൽ ആഖിറതി, പരലോകത്തെ അപേക്ഷിച്ച് ഇല്ലാ ഖലീൽ, വളരെ തുച്ഛമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ. തുച്ഛമായ ദുന്യാവിന് വേണ്ടിയാണ് ശാശ്വതമായ ആഖിറത്തിന്റെ സൗകര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ ഓർത്തോളണം. ഇതാരോടാ പറഞ്ഞത്? വിശ്വാസികളെ. അവിടെയും ഞാൻ പറഞ്ഞത് ബാധക. ഒന്നുകിൽ നമ്മൾ പറയണത് ഞാൻ അതിൽ പെടൂല, അല്ലെങ്കിൽ നമ്മൾ പറയും ഞാൻ പെടും, എനിക്കും ബാധകാണ്. അതന്ന് അവരോട് പറഞ്ഞതാണ്. ലോകത്താർക്കും അത് ബാധകല്ലാന്നാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുഴുവനും അന്നുള്ളവർക്കേ ബാധകം എന്ന് പറയാൻ പറ്റുള്ളൂ. ഖുർആൻ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്കൊക്കെയാണ്. അവിടെ ആയുവല്ലദീന ആമനു വിളിച്ചത് നമുക്ക് എല്ലാവരോടുമാണ്, ഖിയാമത്ത് നാൾ വരെയുള്ള ആൾക്കാരോട്. അവിടെ കാഫിരീങ്ങളോട് സംസാരിച്ചത് അറേബ്യ മുശ്രിക്കുകളോട് മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെ കുഫ്റും ശിർക്കും ചെയ്യുന്നവരോടാണ്. ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടെ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം സുഹൃത്തുക്കളെ. ഇനി അത് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്ന കൃത്യമായ അടുത്ത അവതരണം നോക്കൂ. 38 39 ആണ് കേട്ടോ, നമ്പർ തെറ്റണ്ട. സൂറത്തു തൗബയിലെ 38-ാമത്തെ ആയത്തായി ഇപ്പൊ കേട്ടോ. 39 കേട്ടോളൂ. ഇല്ലാ തൻഫിറൂ യുഅദ്ദിബുകും അദാബൻ അലീമാ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും വലാ തദുറൂഹു ശൈആ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇല്ലാ തൻഫിറൂ, അല്ലാഹുവിന്റെ അടുത്ത വാചകം. ഇല്ലാ തൻഫിറൂ, നിങ്ങൾ പുറപ്പെടാൻ തയ്യാറില്ലെങ്കിൽ, നിങ്ങൾ പുറപ്പെടില്ലെങ്കിൽ, യുഅദ്ദിബുകും അദാബൻ അലീമാ, വേദനയേറിയ ശിക്ഷ ഞാൻ നിങ്ങളെ ശിക്ഷിക്കും. വേദനയേറിയ ശിക്ഷ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും. വേദനയേറിയ ശിക്ഷ ശിക്ഷിക്കും. പരലോകത്ത് വരാൻ പോണ കാര്യമല്ല കേട്ടോ. അവിടെ വേറെ വരും, ഇവിടുന്നും വരും. ദുന്യാവെന്നും ശിക്ഷ വരും, ദുന്യാവെന്നും ശിക്ഷ വരും. അത് ശാരീരികമാവാം, സാമ്പത്തികമാവാം, മാനസിക പ്രയാസങ്ങളാവാം, എന്തുമാവാം. അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാത്തതിന്റെ ശിക്ഷയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവൂല. പക്ഷെ ബുദ്ധിയുള്ളവൻ ചിന്തിക്കും, ഏത് മുസീബത്തുകൾ വരുന്നതും അവനവന്റെ കയ്യിരിപ്പിന്റെ ഫലമായിരിക്കും എന്ന് ചിന്തിക്കാൻ വിശ്വാസികൾ സമയം കണ്ടെത്തും എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹു തആല ഇടയ്ക്കിടയ്ക്ക് ഓരോ ടെസ്റ്റ് ഡോസുകൾ തരും, എന്തിനാ ഒന്ന് തിരിഞ്ഞു നോക്കാൻ. അപ്പൊ ഇവിടെ റബ്ബ് പറയാണ്, നിങ്ങൾ ഇറങ്ങാൻ തയ്യാറില്ലെങ്കിൽ യുഅദ്ദിബുകും അദാബൻ അലീമാ, നിങ്ങളെ വേദനാജനകമായ ശിക്ഷാവൻ ശിക്ഷിക്കും. തീർന്നില്ല. നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ അള്ളാന്റെ ദീന് ലോകത്ത് നിന്ന് നശിച്ചു പോകുമോ? നശിച്ചു പോകൂല. എല്ലാ രൂപത്തിലുള്ള നഷ്ടവും നിങ്ങൾക്ക് മാത്രമാണ്. വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, നിങ്ങളല്ലാത്തവർ ജനതയെ റബ്ബ് പകരം കൊണ്ടുവരും. ഇതിനൊക്കെ തയ്യാറുള്ള ഒരു ടീമിനെ നിങ്ങൾക്ക് മാറില്ലെങ്കിൽ മാറി നിൽക്ക്. തയ്യാറുള്ളവരാണ് പകരം കൊണ്ടുവരും. ലോക ചരിത്രം അങ്ങനെയാണ്. ലോക ചരിത്രം അങ്ങനെയാണ്. തൗഹീദ് പറയാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് ആരൊക്കെ മാറിപ്പോയിട്ടുണ്ടല്ലോ, പോടാ നിന്റെ പണി നോക്കിയിട്ട് ഓനോന്റെ വഴിക്കാണ് പോയി. അള്ളാന്റെ ദീൻ ഇവിടെ നിലനിന്നിട്ടില്ലേ? വേറൊരു കൂട്ടരാണ് വന്നു, സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് അള്ളാന്റെ ദീനാണ് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആർക്കും തടയാൻ കഴിയൂല ആ ശക്തിയെ. ആ ശക്തിക്ക് മുമ്പിൽ ഒരു ഭീഷണിയും വിലപ്പോവില്ല. ലോക ചരിത്രം അങ്ങനെയാണ്. മഹാരഥന്മാരായ അമ്പിയാക്കളുടെയൊക്കെ ആദർശത്തിന് തടയിടാൻ വേണ്ടി ശത്രുക്കൾ ശ്രമിച്ചപ്പോഴൊക്കെ റബ്ബ് അവരെയാണ് മാറ്റിയിട്ട് തയ്യാറുള്ള ഒരു ജനതയാണ് കൊണ്ടുവന്നിട്ടുണ്ട്. ചരിത്രം ഇനിയും ആവർത്തിക്കും, ചരിത്രം ഇനിയും ആവർത്തിക്കും. അള്ളാന്റെ ദീൻ ഇവിടെ ദഅവത്ത് മുടങ്ങൂല. തയ്യാറില്ലാതെ കുറെ ആൾക്കാരാണ് പിരിഞ്ഞു പോയാൽ എന്നാ അവനാണ് പോട്ടെ, പോയവന് നഷ്ടം, അവനാണ് മാറിയുന്നു. എല്ലാ നഷ്ടങ്ങളും അവന്. അള്ളാന്റെ ദീൻ ഇവിടെ പൊളിഞ്ഞു പോകുമോ? അത് പൊളിഞ്ഞു പോകൂല. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾക്ക് അള്ളാന്റെ ശിക്ഷ വരുമെന്ന് മാത്രല്ല, വയസ്തബ്ദിൽ ഖൗമൻ ഗൈറകും, നിങ്ങളല്ലാത്തവർ ജനതയെ അവൻ പകരം കൊണ്ടുവരും. എന്നിട്ടോ വലാ തദുറൂഹു ശൈആ, അള്ളാഹ്ക്ക് ഒരു ഉപദ്രവം വരുത്താനും ഒരു നിലക്കും അവർക്കൊട്ട് കഴിയുകയുമില്ല. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുറ്റവൻ തന്നെ. ഈ ആയത്ത് നമ്മൾ മറന്നു പോകരുത്. സൂറത്തു തൗബ 38-39.
അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. എത്രയാണെന്ന് ഇസ്ലാമിക പ്രബോധകന്മാരെ ലോകം ആവശ്യപ്പെടുക. അള്ളാഹിന്റെ ദീന് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ആളുകളെ ഈ ലോകം ഇന്ന് ആവശ്യപ്പെടുകയാണ്. രാജ്യത്തൊട്ടാകെ സമാധാനാന്തരീക്ഷത്തിൽ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശം ഡോർ ടു ഡോർ വീടുകളിലും ആളുകളിലും എത്തിച്ചു കൊടുക്കാനുള്ള ആളുകളുടെ എത്രത്തോളം ആവശ്യമുണ്ടോ അത് പറഞ്ഞാൽ തീരൂല. അത്രയും ആളുകൾ മാൻ പവറും അതുപോലെ തന്നെ ധനസമ്പന്നമായ പവറും ചെലവഴിക്കേണ്ടുന്ന ഇറക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അള്ളാന്റെ സഹായികളാവേണ്ടത് സുഹൃത്തുക്കളെ. അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുന്ന പദ്ധതികളെ സ്പോൺസർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെയൊക്കെ നാടുകളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീന് എത്തിച്ചു കൊടുക്കുന്ന മത ജാതി വ്യത്യാസമില്ലാതെ സർവ്വ വീടുകളിലും ലക്ഷക്കണക്കിന് ഭവനങ്ങളിൽ കയറിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുന്ന സംരംഭങ്ങളുണ്ട്. മൊബൈൽ വാഹനങ്ങളിൽ കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിക സന്ദേശം പ്രദർശിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആധുനിക മീഡിയകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇസ്ലാമിക പ്രബോധനങ്ങൾ ഗ്രാമാന്തരങ്ങളിലൂടെ ജില്ലകൾ തോറും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അതിനൊക്കെ പണം ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ ഭാഗത്ത് നിന്ന് അൻസാറുള്ളകളായി നമ്മൾ മാറണം. നമ്മെ കൊണ്ട് കഴിയുന്ന ശാരീരികമായ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന്റെ പ്രവർത്തനത്തിന്റെ മാർഗത്തിലുണ്ടാകണം. ഈ രാജ്യത്തും ഇവിടെയുള്ള നല്ലവരായ ഭരണാധികാരികൾ നമുക്ക് അനുവദിച്ച് തന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കിയിട്ടില്ലാത്ത അമുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളെന്ന് പറയപ്പെടുന്നവരുമായ ധാരാളക്കണക്കിന് ആളുകളെ നമ്മുടെ ജോലി സ്ഥലത്ത്, നമ്മുടെ താമസ സ്ഥലത്ത്, നമ്മൾ ഇടപാടുകൾക്ക് പോകുന്ന കേന്ദ്രങ്ങളിൽ, നമ്മുടേതായ ആരാധനാലയങ്ങളിൽ ഒക്കെ വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവരോടൊക്കെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിച്ചു കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികളും സഹകാരികളുമായി മാറാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ഇത് നമ്മൾ ആലോചിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. യാ അയ്യുഹല്ലദീന ആമനു. ഇവിടെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ സന്ദർഭം ഏറ്റെടുത്തുകൊണ്ടാണ് റബ്ബ് ഓർമ്മിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, ഓ വിശ്വാസികളെ, കൂനു അൻസാറല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാവണം. ഏതുപോലെ? കമാ ഖാല ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയം പറഞ്ഞതുപോലെ ലിൽ ഹവാരിയീൻ, അദ്ദേഹത്തിന്റെ ഹവാരികളോട് അദ്ദേഹം ചോദിച്ചില്ലേ, മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് എനിക്കുള്ള സഹായികളായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ടെന്ന് ഈസാ നബി ചോദിച്ചില്ലേ? അന്നേരം ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, ആ ഹവാരികൾ മടികൂടാതെ ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണെന്ന് പ്രഖ്യാപിച്ചില്ലേ? അത് നിങ്ങൾക്ക് മാതൃകയാണ് വിശ്വാസികളെ. അതേപോലെ നിങ്ങളും പറയാൻ തയ്യാറാകണം. ആരുണ്ട് ഇറങ്ങി പുറപ്പെടാന്ന് ചോദിച്ചാ മറ്റുള്ളവന്റെ മുഖത്ത് നോക്കില്ല, ഞാൻ ഉണ്ട് എന്ന് ആദ്യം പറയണം. അതാ ചെയ്യുന്നത്. ആരുണ്ട് ആ മാർഗത്തിൽ സംഭാവന സമർപ്പിക്കാൻ? വേറുള്ളവൻ എത്ര എഴുതി നോക്കല്ല, എനിക്കെന്താ കൊടുക്കാൻ പറ്റുക നോക്കുക. ഞാനുണ്ട്, 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 അന അന അന, അവിടെയാണ് അന, ഞാൻ തയ്യാറുണ്ട്, ഞാൻ തയ്യാറുണ്ട്. അതാ മറ്റുള്ളവരൊന്നും കാത്തു നിൽക്കാതെ സുബൈർ റളിയല്ലാഹു തആല അൻഹു അള്ളാന്റെ റസൂൽ ചോദിക്കുകയാണ് ആരുണ്ട് റെഡി എന്ന് പറഞ്ഞപ്പോ ഓരോ ചോദ്യത്തിനും അമാന്തിച്ച് നിൽക്കാതെ ഉടനെ അന 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 എന്ന് പറയാൻ തയ്യാറായ സുബൈർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ഹവാരി ഉമ്മത്തി, എന്റെ ഉമ്മത്തിലെ ഹവാരിയാണത്. നിങ്ങൾ അതുപോലെ ആവണം. ഈസാ നബി ജനങ്ങളോട് ചോദിച്ചപ്പോ ഉടനടി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് റെഡിയായ ഹവാരികളെ പോലെ നിങ്ങളാവണം, അൻസാറുകളാവണം. ഇത് സൂറത്തു സഫിന്റെ അവസാന ഭാഗത്താട്ടോ. സഫൊക്കെ പല ആളുകൾക്കും മനപ്പാടം ഉണ്ടാവും ഈ കൂട്ടത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സൂറത്തു സഫ്, ജുമാ, മുനാഫിഖൂന, ആ ഏരിയയിലുള്ള സൂറത്താണത്. ആ സഫിന്റെ അവസാന ഭാഗത്ത്. എന്നിട്ട് അല്ലാഹു പറയാണ് ഫആമനത് ത്വായിഫത്തും മിൻ ബനീ ഇസ്രായീൽ وكفرت طائفة فأيدنا الذين آمنوا على عدوهم فأصبحوا ظاهرين. ആ സമയത്ത് ഞങ്ങൾ അല്ലാഹുവിന്റെ സഹായികളാണെന്ന് പറഞ്ഞല്ലോ അവര്. അങ്ങനെ ഇസ്രായേൽ മക്കളിൽ നിന്ന് ഒരു ടീം വിശ്വസിച്ചു. അവരെ പോലെ ഞങ്ങളാവേണ്ടത്. എന്നാൽ വകഫറത് ത്വായിഫ, മറ്റൊരു ടീം നിഷേധിക്കുകയാണ് ചെയ്തത്.
ഈസാ നബിയുടെ ആഹ്വാനത്തിന് ചെവിക്കൊള്ളാതെ അവർ പിന്തിരിഞ്ഞുപോയി, അവർ നിരാകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ അല്ലാഹ് പറയുന്നു, ആർക്കാണ് വിജയം കിട്ടിയത്? അല്ലാഹുവിന്റെ സഹായം പ്രതീക്ഷിക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ വചനം നമ്മൾ മറക്കണ്ട. അപ്പോൾ നാം ശക്തി കൊടുത്തു, നാം ശക്തി പകർന്നു. അല്ലാഹ് പറയാണ്, ആർക്കാണ് ശക്തി പകർന്നത്? അല്ലദീന ആമനു, വിശ്വാസികളായ നിലയ്ക്ക് ഈസാ നബിയുടെ കൂടെ നിന്നവർക്ക് ഞാൻ കരുത്തു കൊടുത്തു. അലാ ദുവിഹിം, അവരുടെ ശത്രുക്കളുടെ മേൽ. ഫഅസ്ബഹു ളാഹിരീൻ, അങ്ങനെ അവർക്ക് പ്രത്യക്ഷരാകാനുള്ള, പ്രത്യക്ഷത്തിൽ അവർക്ക് വിജയിക്കാനുള്ള എല്ലാ തൗഫീഖും അവർക്ക് ലഭ്യമാവുകയും ചെയ്തു. സൂറത്തു സഫിലെ 14-ാമത്തെ ആയത്ത്. ഇത് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഹവാരികളുടെ സംഭവത്തിലൂടെ നമുക്ക് കിട്ടേണ്ടുന്ന മെസ്സേജാണ്. നമ്മൾ നബിമാരുടെ ചരിത്രം പഠിക്കുന്നത് അതിനാണ്, കേവലം കഥ കേൾക്കാനല്ല, കേവലം കഥ കേട്ട് ആസ്വദിക്കാനല്ല. മഹാനായ ആ പ്രവാചകൻ നമുക്ക് കാണിച്ചിരുന്ന കൃത്യമായ ആ മാർഗം അതാണ്. അതിനെ സംബന്ധിച്ച് അള്ളാഹു സൂറത്തുൽ മാഇദയിലും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിലെ 111-ാമത്തെ ആയത്തിലും ഇതേ കാര്യം അള്ളാഹു തആല ഒന്നുകൂടെ പഠിപ്പിക്കുന്നുണ്ട്. വഇദ ഔഹൈതു ഇലൽ ഹവാരിയീൻ, ഹവാരികൾ. وَإِذْ أَوْحَيْتُ إِلَى الْحَوَارِيِّينَ أَنْ آمِنُوا بِي وَبِرَسُولِي قَالُوا آمَنَّا بِاللَّهِ وَاشْهَدْ بِأَنَّنَا مُسْلِمُونَ. وَإِذْ أَوْحَيْتُ إِلَى الْحَوَارِيِّينَ, ഹവാരികൾക്ക് നാം തോന്നിപ്പിച്ച സന്ദർഭം അല്ലാഹ് പറയാണ്. ഹവാരികൾക്ക് ഞാൻ വഹി കൊടുത്തു എന്നാണ് ശരിക്കും അതിന്റെ ഭാഷാർത്ഥം. ഔഹ എന്ന് പറഞ്ഞാൽ എന്താ? വഹി കൊടുത്തു. വഇദ ഔഹൈതു ഇലൽ ഹവാരിയീന, ഹവാരികൾക്ക് ഞാൻ വഹി കൊടുത്തു. ഹവാരികൾ ആരും നബിമാരല്ല എന്ന് ഉറപ്പാണ്. അപ്പൊ പിന്നെ അവർക്ക് വഹി ഉണ്ടാവില്ല എന്ന് ഉറപ്പാണല്ലോ. പിന്നെന്താ വഹി കൊണ്ട് ഉദ്ദേശം? അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു. ഔഹാന്ന് കണ്ടയിടത്തൊക്കെ ആർക്കൊക്കെയാണോ കൊടുത്തത് അവരൊന്നും ആരല്ല? നബിമാരല്ല. കാരണം വൗഹൈനാ ഇലാ ഉമ്മി മൂസ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മൂസായുടെ ഉമ്മാക്ക് നാം വഹി കൊടുത്തു. മൂസാ നബിയുടെ ഉമ്മ ആരല്ല? നബിയല്ല. പിന്നെന്താ അവിടെ ഉദ്ദേശം? മനസ്സിൽ ദൃഢമായിട്ട് അതാണ് ചെയ്യണം എന്നാണ് തോന്നൽ കൊടുക്കുക. ഇൽഹാം എന്നാ അതിന് പറയാം. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഇൽഹാം, കൃത്യമായിട്ടാണ് ചെയ്യണം എന്നാ ശരിക്കാണ് തോന്നുന്നത്. അതാ ഇൽഹാം. അതിനെക്കുറിച്ച് വഹി എന്ന് പ്രയോഗിച്ചു. തീർന്നില്ല, ജീവജാലങ്ങൾക്ക് കൊടുത്ത മെസ്സേജിനെ കുറിച്ചും അതേ പ്രയോഗം. സൂറത്തുൻ നഹ്ല്, തേനീച്ച എന്ന പേരിൽ ഒരു സൂറത്തുണ്ടല്ലോ ഖുർആനിൽ. ആ അധ്യായത്തിൽ നമുക്ക് കാണാം, വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദീ മിനൽ ജിബാലി ബുയൂതാ അനിത്തഖിദീ മിനൽ ജിബാൽ, നീ പർവ്വതങ്ങളിൽ പോയി നീ കൂടുകൂട്ടിക്കോ എന്ന് തേനീച്ചക്ക് നാം വഹി കൊടുത്ത സന്ദർഭം. അല്ല തേനീച്ചക്ക് വഴി കൊടുത്തു എന്നാണ്. തേനീച്ച നബി അല്ലല്ലോ. തേനീച്ചക്ക് അതിന്റെ മനസ്സിൽ അത് മുന്നോട്ട് നീങ്ങേണ്ടുന്ന അതിനുള്ള മാർഗദർശനം കൊടുത്തു. അതിനെപ്പറ്റി പറഞ്ഞ എന്താണ്? ഔഹ. അപ്പൊ ഇവിടെ ഹവാരികൾക്ക് ഞാൻ സന്ദേശം കൊടുത്തു, അവരെ മനസ്സിൽ തോന്നിപ്പിച്ചു. എന്താ അവരോട് ഞാൻ പറഞ്ഞത്? അൻ ആമിനൂ ബി വബിറസൂലി, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണേ. ഹവാരികളോടുള്ള നിർദ്ദേശം എന്താണ്? നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം. തീർന്നില്ല കേട്ടോ, അടുത്ത പോയിന്റ് അടിവരയിട്ട് മനസ്സിലാക്കിക്കോളൂ. വബിറസൂലി, എന്റെ റസൂലിലും വിശ്വസിക്കണം. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ചത് കൊണ്ട് ഒരാളുടെ ഈമാൻ പൂർണ്ണാവോ? പൂർണ്ണാവൂല. അള്ളാഹനെ വിശ്വസിക്കുന്ന വിശ്വാസം പൂർണ്ണാകണമെങ്കിൽ അള്ളാഹ് അയച്ച റസൂലായ റസൂലിനെയും എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഒരാൾ പറയണ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കും, മുഹമ്മദ് റസൂലുള്ളാഹിനെ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാലോ കാഫിറാണ്. തൗഹീദിലൊന്നും ഒരു കുഴപ്പം അയാൾക്കില്ല, പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കൂല. ഖാദിയാനികൾക്ക് അതാണല്ലോ സംഭവിച്ചത്. തൊള്ളകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ഖാദിയാനികളും ലോകത്തുള്ള ഖാദിയാനികളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയുന്ന മഹാനായ പ്രവാചകൻ അന്ത്യപ്രവാചകനാണ് എന്ന പോയിന്റ് അവർ അംഗീകരിക്കൂല. വേറെ നബി ഉണ്ട്. അങ്ങനത്തെ ഒരു നബിയാണ് ഞങ്ങളുടെ പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ ഖാദിയാൻ ഗ്രാമത്തിൽ ജനിച്ച മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അള്ളാഹുവിന്റെ ശാപം അവർക്കുണ്ടാകും, സംശയമൊന്നുമില്ല. കള്ളവാദികൾ
അപ്പോ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവാരികളോട് എന്താ പറയുന്നത്? നിങ്ങൾ എന്നിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞു നിർത്തിയില്ല. വബി റസൂലി, എന്റെ റസൂലിലും വിശ്വസിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈമാൻ പൂർണ്ണാകണമെങ്കിൽ അള്ളാന്റെ റസൂലിലും വിശ്വസിക്കണം. അള്ളാന്റെ റസൂലിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ മക്കത്തൊരു നബി വന്നിട്ടുണ്ടായിരുന്നു. ആള് വളരെ ഗുഡ് പേഴ്സൺ ആയിരുന്നു, നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളായിരുന്നു എന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും കാര്യമില്ല. പിന്നെന്താ? ആ റസൂല് പഠിപ്പിച്ചു തന്ന ഓരോ കാര്യങ്ങളും മുഴുവനും സത്യമാണ്, എല്ലാം ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അവിടുന്ന് പഠിപ്പിച്ചു എന്ന് ഉറപ്പുള്ള ഒന്നിനെയും ഞാൻ നിഷേധിക്കൂല, ഒന്നിനെയും ഞാൻ പരിഹസിക്കൂല, ഒന്നിനെയും ഞാൻ ചോദ്യം ചെയ്യൂല, മുഴുവനും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അതാ റസൂലുള്ളാഹിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. മറിച്ച് അള്ളാഹിന്റെ റസൂലിന്റെ ഹദീസുകളൊക്കെ ഞാനൊന്നും ഇങ്ങനെ വായിക്കട്ടെ, അതിങ്ങനെ വായിച്ചിട്ട് ഇതിപ്പോ ഈ കാലത്ത് പറയാൻ പറ്റിയതല്ല, ഔട്ട്. ഇതിപ്പോ ഈ കാലത്തുള്ള ജനങ്ങളോട് മിണ്ടിയാൽ പ്രശ്നമാകും, അതുകൊണ്ട് അതും ഔട്ട്. ഈ ഹദീസ് പറഞ്ഞ് ജനങ്ങളോട് പറയാൻ പറ്റൂല, കാരണം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കൂല, നമ്മുടെ യുക്തിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണില്ല, അതുകൊണ്ട് അതും ഔട്ട്. അങ്ങനെ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ സ്വീകരിച്ചിട്ട് ഇത്തരം ഹദീസുകളുടെ ഒക്കെ മുഹമ്മദ് എന്റെ റസൂലാണ്, വേറെ ചില ഹദീസുകളൊന്നും അള്ളാന്റെ റസൂലിനെ ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരാൾ അംഗീകരിക്കുന്നുണ്ടോ എങ്കിൽ ആ റസൂലിൽ നിന്ന് വന്നതാണെന്ന് സ്ഥിരപ്പെട്ട ഒന്നിനെയും നിഷേധിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും പറയാറില്ലേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് എന്ന പേരിട്ടിയത് എങ്ങനെയാ പേരിട്ടിയത്? മേറാജും ഇസ്രാവും സംഭവിച്ചു എന്ന് പറഞ്ഞ അള്ളാന്റെ റസൂലിന് യാത്ര ഉണ്ടായത് വിവരിച്ചു കൊടുത്തപ്പോ പല ആൾക്കാരും എന്ത് പൊട്ടത്തരായി പറയുന്ന, ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവില്ലേ, മാസങ്ങളുടെ വൈദൂരമുള്ള ആ പ്രദേശത്തേക്ക് പോയി ഒറ്റ രാത്രി കൊണ്ട് വന്നിരിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്, ഉൾക്കൊള്ളാൻ പറ്റൂലോ എന്നും പറഞ്ഞ് തലയിൽ കൈവച്ച് ആർത്ത് ചിരിച്ചപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിവരം കിട്ടിയ പാടെ ഒരൊറ്റ ചോദ്യം ചോദിച്ചു, ലഇൻ ഖാല, അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഖദ് സദഖ, അത് സത്യമാണ്. അപ്പൊ എന്തേ അദ്ദേഹം നോക്കിയുള്ളൂ? അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞോ ഇല്ലേ? പറഞ്ഞു ഉറപ്പാണോ? എന്നാ പിന്നെ എനിക്ക് എന്താ അംഗീകരിക്കുന്നതിൽ? അതിലപ്പുറമുള്ള വിശ്വസിച്ചിട്ടല്ലേ ഞാൻ നടക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? അബൂബക്കർ റളിയല്ലാഹു തആല. ഈ ഈമാനാ സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത്. നേരെ മറിച്ച് അബൂജഹൽ അടക്കല്ല അതുപോലെയുള്ള പല ആൾക്കാരും തലയിൽ കൈവച്ച് ആർത്ത് ചിരിത്തിട്ട് ഇത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമികമായ കാര്യങ്ങളെ പരിഹസിക്കാൻ തുടങ്ങി. മോമിനീങ്ങൾക്ക് ഈ സംഭവം ഈമാൻ വർദ്ധിച്ചപ്പോ കാഫിരീങ്ങൾക്ക് അവരുടെ കുഫറും നിഷേധവും പരിഹാസവും കൂടുക ചെയ്തത്. അത് ഏത് കാലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് മുഴുവനും അംഗീകരിക്കണം എന്ന് വിചാരിച്ച് എവിടെങ്കിലും ഒരു പാളക്കിതാബിൽ ഒരു കള്ള ഹദീസ് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കണം എന്നാ അല്ല. അതിനാ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ആദ്യം ചോദിച്ച് ഉറപ്പുവരുത്തിയത് എന്ത്? പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എന്ത്? അത് 100% സത്യം. അല്ല പറഞ്ഞോ എന്ന് ഉറപ്പൊക്കെ തന്നെയാണ്, പക്ഷെ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല, അത് ബുഖാരിയിലുണ്ടെങ്കിലും ഞാൻ ഉൾക്കൊള്ളൂല എന്ന് പറഞ്ഞാൽ അതാണ് ധിക്കാരം. അവൻ റസൂലുള്ളാഹിൽ ശരിക്കും വിശ്വസിച്ചിട്ടില്ല. അള്ളാഹുവിലുള്ള ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ റസൂലിലും വിശ്വസിക്കണം. ഇവിടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹവാരികളോട് അല്ലാഹു തആല ആവശ്യപ്പെടുകയാണ്, അന്നാമിനൂ ബി, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവീൻ, വബി റസൂലി, എന്റെ റസൂലിലും വിശ്വസിക്കുവീൻ. ഖാലു, അവർ ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ തന്നെ പെടുന്നു റസൂലിലുമുള്ള വിശ്വാസം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചവരാണ് ഞങ്ങൾ. വഷ്ഹദ്, നീ സാക്ഷ്യം വഹിക്കണേ, ഞങ്ങളൊക്കെ സമ്പൂർണമായി ആ കൽപ്പനക്ക് കീഴ്പ്പെട്ട മുസ്ലിമീങ്ങൾ തന്നെ എന്ന് അവര് പ്രഖ്യാപിച്ചു എന്ന് സൂറത്തുൽ മാഇദയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഹവാരികളെ സംബന്ധിച്ച് ആദർശത്തിന്റെ തനിമയിൽ ഉറച്ചു നിന്ന ഹവാരികളുടെ പവറാണത്. അവരെക്കുറിച്ച് പലയിടത്തും പറഞ്ഞു. ഇനി ഇതേ ഹവാരികളിൽ നിന്നുണ്ടായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അവർ സമർപ്പിച്ച ഒരപേക്ഷയും അതോടനുബന്ധമായിട്ട് നടന്ന അത്ഭുതകരമായ മറ്റൊരു സംഭവവുമാണ് ഇനി നമുക്ക് ആ ചരിത്രത്തിൽ വിശദീകരിക്കുവാനുള്ളത്. അതുപോലെ തന്നെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാനലോകത്തേക്കുള്ള ഉയർച്ചയും ഇനി അദ്ദേഹത്തിന്റെ വരവും എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ അംബിയാഇന്റെ ചരിത്രങ്ങളിലൂടെ നമുക്ക് ലഭ്യമാകുന്ന പാഠങ്ങളെ നമ്മുടെ ജീവിതത്തിലും പകർത്തിക്കൊണ്ട് അവരോടുള്ള സ്നേഹവും അവരോടുള്ള പിന്തുടർച്ചാവകാശവും നേടിയെടുക്കാൻ
ഏറ്റെടുക്കാൻ പ്രാപ്തരാകുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടാൻ നാം എല്ലാവരും അധ്വാനിക്കുക, പരിശ്രമിക്കുക. തെറ്റിദ്ധരിച്ചവരായ ആളുകളോട് ഇസ്ലാമിന്റെ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുക, സ്നേഹത്തോടെ, നസീഹത്തോടെ, ഗുണകാംക്ഷയോടെ. ആ നിലക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികളായി നമ്മൾ മാറുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.